Hi all, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സിഗ്നേച്ചർ ലോഗോസ് എങ്ങനെ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ലോഗോസൊക്കെ ആഡ് ചെയ്തിട്ടാവും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി സിഗ്നേച്ചർ ലോഗോസ് എങ്ങനെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലോഗോസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ PicsArt യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ PicsArtൽ ഇതുപോലുള്ള ടെക്സ്റ്റുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലും എത്താൻ കഴിയും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടാവും. ഫാൻസി, അതേപോലെ ഒരുപാട് ലുക്സ്, ഒരുപാട് കാറ്റഗറീസ് ഓഫ് ടെക്സ്റ്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ അവിടെ ഒരു സബ് കാറ്റഗറി ഉണ്ട്, ഹാൻഡ് റിട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഉദ്ദേശിച്ച തരത്തിലുള്ള നമ്മളെ സിഗ്നേച്ചർ ലോഗോ തരത്തിലുള്ള ടെക്സ്റ്റുകൾ കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഡൗൺലോഡ് ബട്ടൺ സൈഡിലായിട്ടുണ്ടാവും. അവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡൗൺലോഡ് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട ടൈപ്പിലുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത് ഡൗൺലോഡ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജറിൽ എവിടെയാണോ നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ ഡൗൺലോഡ് ആയി കിടക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനിലാണ്, ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലാണ് ഞാനിവിടെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സിപ്പ് ഫയൽസ് ആവും കാണാൻ കഴിയും. ഇതിന് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ എക്സ്ട്രാക്ടിങ് ഓപ്ഷൻ ഇല്ലാന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് Z Archiver എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്ന് ഫയൽസാണ് ഉള്ളത്. അതിൽ .ttf എന്ന് പറയുന്ന ഫയലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ മൂവ് കൊടുക്കുക. മൂവ് കൊടുത്തിട്ട് നമ്മൾ നേരെ PicsArt എന്ന് പറഞ്ഞ ഫയലിൽ സെലക്ട് ചെയ്യാം. PicsArt എന്ന ഫയലിൽ നമ്മൾ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോൺസ് എന്ന് പറഞ്ഞ ഫോൾഡേഴ്സിൽ കൊണ്ടുപോയിട്ട് ഇത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ PicsArt ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇനി PicsArt ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ PicsArt ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ ടെക്സ്റ്റ്, നമ്മുടെ സൈൻ എന്താണോ അത് ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്, Answith സ്നാപ്പ് എന്നാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൺ കൊടുത്തിട്ട് നമ്മളെ സെലക്ട് ചെയ്തു. നമ്മൾ ടെക്സ്റ്റ് നമ്മുടെ ഇതിലോട്ട് ആഡ് ചെയ്തു. പിന്നെ ഇവിടെ വൈറ്റ് നമുക്കൊന്ന് ബ്ലാക്ക് ആക്കി മാറ്റാം ടെക്സ്റ്റിൻ്റെ കളർ. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ഓഫ് ഫോണ്ടിൻ്റെ സ്റ്റൈൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല, നമ്മുടെ ഡൗൺലോഡ് ആക്കി വെച്ച ഫോൾഡേഴ്സ് ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇനി നമുക്കവിടെ മുകളിലൊരു റോസ് ആരോ മാർക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസാണ് വരാൻ വഴിയ. അവിടെ നമ്മൾ മൈ ഫോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആക്കിയിട്ടുള്ള എല്ലാ ഫോൾഡേഴ്സും എല്ലാ നമ്മുടെ ടെക്സ്റ്റുകളും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമുക്ക് ഏത് തരത്തിലുള്ള ടെക്സ്റ്റ്, ഇപ്പോൾ ഈ സിഗ്നേച്ചർ ലോഗോ ഒന്നും വേണ്ട, നമുക്ക് ഏത് തരത്തിലുള്ള ടെക്സ്റ്റും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ സൈൻ ലോഗോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയിലേക്ക് നമ്മൾ ആഡ് ഫോട്ടോ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് വെച്ച ലോഗോ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലെൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ലോഗോൻ്റെ കളർ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ലെസ് ആയിട്ട് നമുക്ക് PNG ഇമേജ് ആയിട്ട് നമുക്ക് ഇതുപോലെ ലോഗോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ആ ഫോണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് തരത്തിലുള്ള ഫോൺസും നമുക്ക് ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇത് മറക്കാതെ അതിന് കയറി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആ സൈറ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഏത് തരത്തിലുള്ള നമുക്ക് ഇപ്പോൾ ഈ ലോഗോസ് ഉണ്ടാക്കണമെങ്കിൽ മാത്രമല്ല, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഇല്ലാത്ത ടെക്സ്റ്റുകൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ടെക്സ്റ്റും ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോഗോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ എങ്ങനെയൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മളെ ചാനൽ സ്ഥിരം വ്യൂവേഴ്സിനോടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുറത്തുനിന്നായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ ഒരു വയലിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ 360 ഡിഗ്രി വീഡിയോ നമ്മൾ പുറത്തുനിന്നായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ വേണോ, അല്ലെങ്കിൽ ഇതുപോലെ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും, പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.